സിന്ധു ഉൾപ്പെടെയുള്ള പ്രിയങ്കരായി നമ്മുടെ വേദിയിൽ എടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിൽ ഞാൻ അതിൽ പങ്കെടുക്കുവാനും സാധിച്ചത് എന്നുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൊടുത്തുകൊണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ക്യൂ നമുക്ക് ഓരോ പ്രദേശങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം ചിലപ്പം ചില കൂട്ടർ രാവിലെ വരും, വൈകിട്ട് വരെ നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണുന്നു. കാരണം പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ആൾക്കാരൊക്കെ ഇത്. മനുഷ്യനാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രയോറിറ്റി ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ആർക്കാണ് എന്ന് വെച്ചാൽ അവരെ കയറ്റി വിടും. എന്നാൽ ഞങ്ങളുടെ തന്നെ ആനിമൽ ഹസ്ബൻഡറിയുടെ കീഴിലുള്ള കൊടപ്പനക്കുന്ന് നമുക്കറിയാം ഒരാശുപത്രി ഞങ്ങൾക്കുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് അവിടെ ഒന്ന് പോയി, അവിടുന്ന് കുറച്ച് പരാതികളൊക്കെ കിട്ടി. ഇപ്പോൾ നമുക്കറിയാം ഓരോ വീടുകളിലും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് നല്ല നായ്ക്കളാണ്, പുതിയ ഇനം നായ്ക്കൾ, പൂച്ചകൾ, വയറ്റിൽ വയറ് വീങ്ങിക്കിടക്കുന്ന ഒരു വലിയ ഇനം പട്ടിയെ ഞാൻ കണ്ടു. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇങ്ങനെ എറണാകുളത്ത് നിന്നപ്പം ഞങ്ങളുടെ ചിലയിടത്തൊക്കെ ഒഴിവുണ്ട്, നമുക്ക് വേക്കൻസി ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ നമ്മൾ എംപ്ലോയ്മെൻറ്റും അല്ലാതെയുള്ള ആൾക്കാരെയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. വേക്കൻസി ഉള്ളിടത്തെല്ലാം നമുക്ക് ഫില്ല് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നവും ഞങ്ങളുടെ വകുപ്പിനെ സംബന്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഡോക്ടർമാരുടെ നമുക്കറിയാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ മിക്കവാറും ഉള്ളവരെയൊക്കെ ഞങ്ങൾ എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ വേണം പഠിച്ചിറങ്ങിയ കുട്ടികൾ, വെറ്റിനറി കോളേജിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾക്ക് പോലും ഞങ്ങൾ അല്ലാതെ തന്നെ അവരെ എടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 68 ആംബുലൻസ് വന്നു. 68 ആംബുലൻസിൽ നമ്മൾ ഡോക്ടേഴ്സിനെ എടുക്കുകയാണ് പുറത്തുനിന്ന്. ഡോക്ടർ ഇരിപ്പുണ്ട്, ആ ഡോക്ടർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം അങ്ങനെ വിളിക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ പ്രശ്നമൊക്കെ അത്യാവശ്യം ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടാണ് കൈകാര്യം ചെയ്യിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് സ്പെഷ്യൽ വാഹനം വിടും, എന്താണ് പ്രശ്നം എന്നുള്ള അപ്പോഴേ അത് പരിഹരിക്കാനുള്ള സംവിധാനം നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇത് ഞങ്ങൾക്കിപ്പോൾ ഇന്നലെ ഞാൻ പോയെടുത്തുനിന്ന് നമ്മുടെ 2-3 മാസത്തിന് മുമ്പ് ഈ നിയമനം എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളുടെ ആ ലിസ്റ്റ് ക്യാൻസലാകുന്ന തരത്തിൽ എല്ലാ വിഭാഗവും ആൾക്കാർ വരികയാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ ഒരു വിഭാഗത്തിനെ കണ്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അത് ഞങ്ങളുടെ വകുപ്പിൻ്റെ പരിശോധിക്കും. എത്ര വേക്കൻസി ഞങ്ങൾക്ക് ഇനി കിടക്കുന്നുണ്ട്, ആ വേക്കൻസിയിൽ PSC നിയമനം നടത്തുവാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ളത്. അപ്പം മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, ഒരുപാട് സമയം ക്രമീകരിക്കാനുമില്ല. അപ്പോൾ നമ്മുടെ ആശുപത്രികളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, വിദ്യാഭ്യാസ മേഖലയുമായിട്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമുക്ക് കൊല്ലത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങൾ അന്ന് സ്ഥാപിച്ച ഹോൾ ബോഡി